ഇന്ന് നമ്മുടെ ഡിസ്പെൻസറിയിലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. നമ്മുടെ സ്റ്റാഫിൻ്റെ സെലിബ്രേഷനല്ല, യോഗക്കാരുടെ സെലിബ്രേഷനിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാവിലെ തന്നെ അവർ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോരോ പരിപാടികളായിട്ട് കണ്ടാലോ. അങ്ങനെ നമ്മുടെ എല്ലാ ഗസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പരിപാടി കണ്ടിട്ട് വരാട്ടെ. ഇങ്ങനെ അടിപൊളി ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ആശംസകൾ അറിയിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ ബിൽഹ മാഡത്തിനെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ യോഗക്കാരുടെ അടുത്ത് എന്ത് പരിപാടിയാണെങ്കിലും പറയേണ്ട ആവശ്യമില്ല, സൂപ്പറായിരിക്കും. അപ്പൊ ഞാൻ രാവിലെ വന്നപ്പോൾ പൂക്കളിട്ട് തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചത് കഥകളിയായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കേണ്ടാവാണ്. ആ പച്ച കണ്ടപ്പോ 2 വട്ടം ഞാൻ പോയി നോക്കി. അപ്പൊ ഞാൻ കഥകളിക്ക് ഇങ്ങനെ വട്ടത്തിലല്ല, പിന്നെ അത് ഇങ്ങനെയെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നോക്കിയപ്പോൾ അത് എലിയായിട്ട് കണ്ടോ, അടിപൊളിയായിട്ട്. അതെന്നെ എടുത്ത് പറഞ്ഞു. ആദര ചേച്ചി പറഞ്ഞ പോലെ തന്നെ പപ്പടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു പപ്പടം. പിന്നെ അതുപോലെ നമ്മൾ താഴെ പേഷ്യൻസ് വരുമ്പോൾ ഒപ്പിച്ചിട്ട് കൊടുക്കുമ്പോൾ പേഷ്യൻസിനോട് ഞാൻ രണ്ടാമത് ചോദിക്കും എന്താ പേര്. കാരണം ഇവിടുത്തെ തന്തിയായിട്ടുള്ള പ്രാക്ടീസാണ്. ടപ്പ 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 അത് താഴ്ത്തേക്ക് കേൾക്കാം. അപ്പൊ നിങ്ങളുടെ പരിപാടി എന്തെങ്കിലും ഗംഭീരമാവുമെന്ന് മനസ്സിലായി. കാരണം നിങ്ങൾ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. സോ വൺസ് അഗെയിൻ ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ദ പ്രോഗ്രാം. ദെൻ ഹാപ്പി ഓണം, ഹാവ് എ നൈസ് ഡേ. അങ്ങനെ നമ്മുടെ സ്പീച്ച് എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ആശംസയായിരുന്നു പറയാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ എല്ലാ സ്റ്റാഫും പറഞ്ഞു. അപ്പോൾ നന്ദിയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ യോഗ ടീച്ചർക്ക് നമ്മൾ യോഗക്കാരുടെ വക കേട്ടോ അവരൊരു ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ അതിൻ്റെ ഡാൻസ് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു, സോങ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ യോഗ ടീച്ചറുടെ ഡാൻസാണ് കേട്ടോ. അവരെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ യോഗക്കാരെല്ലാവരും സൂപ്പർ പ്രോഗ്രാംസ് ചെയ്യുന്നവരാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ കൊല്ലത്തെ പൂക്കൾ കേട്ടോ. അതായത് അവർ ചെയ്ത പൂക്കളം നല്ലൊരു അടിപൊളി തീമായിരുന്നു. ഊണായിരുന്നു കേട്ടോ തീമിനുണ്ടായിരുന്നു. കണ്ടോ, ഇലയിട്ടിട്ടുള്ള സദ്യയായിരുന്നു. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ അടിപൊളിയായിട്ട് ഗെയിമുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ സുന്ദരിക്ക് പൊട്ടുകുത്തലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനായിരുന്നു സെക്കൻഡാമത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. അതുകൊണ്ട് ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞാൻ താഴെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്കായിരുന്നു പ്രൈസ് കിട്ടിയെന്നുള്ള കാര്യം കേട്ടോ. ഞാനായിരുന്നു കറക്റ്റായിട്ട് പൊട്ട് കുത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ലാസ്റ്റാണ് അറിഞ്ഞത്. ബാക്കി എല്ലാവരും ഗെയിമൊന്നും കാണാൻ ഞാൻ നിന്നില്ല. ഞാൻ അപ്പം തന്നെ നമ്മുടെ താഴെ പേഷ്യൻസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. ഞാൻ അത്യാവശ്യം നല്ല എനിക്ക് കറക്റ്റായിട്ട് കുത്തി, കുറച്ച് പൊക്കിയിട്ടാണ് പൊട്ട് വന്നതെങ്കിലും കറക്റ്റായിട്ടാണ് കുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സദ്യ കഴിക്കാൻ പോയി. അങ്ങനത്തെ ഈ സദ്യയിൽ നോർമലി എല്ലാതരം ഫുഡും ഉണ്ടായിരുന്നു. ഐ മീൻ എല്ലാ കറികളും കൂട്ടി അടിപൊളിയായിട്ടൊരു സദ്യ കഴിച്ചു. അപ്പോൾ ഇവർ തന്നെയാണ് കേട്ടോ എല്ലാം അറേഞ്ച് ചെയ്തും ഫുഡ് നമുക്ക് വിളമ്പി തന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തത് അവർ തന്നെയായിരുന്നു. അങ്ങനെ സദ്യ എല്ലാം കഴിച്ച് വയറ് നിറഞ്ഞു. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് പായസം കുടിക്കലാണ്. അങ്ങനത്തെ ഈ പായസം കുടിക്കൽ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ കൊല്ലത്തെ യോഗക്കാരുടെ കൂടെയുള്ള നമ്മുടെ ഫസ്റ്റ് തോണം